യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞു വന്ന ഒരു സ്ത്രീ എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു കുടുംബത്തിൻ്റെ പേര് മൊത്തത്തിൽ സ്വന്തമാക്കാൻ കഴിയുന്നത്? നമ്മുടെ കുടുംബത്തിലേക്ക്, അതായത് ഞങ്ങളുടെ കുടുംബമല്ല, ഞങ്ങളുടെ തന്നെ ഒരു കണ്ണുകുളത്തി കുടുംബത്തിലേക്ക് വിവാഹം വഴി ഈ സ്ത്രീ, അതായത് ഡോക്ടർ റോസ്മേരി വരുവാനുണ്ടായ സാഹചര്യം, ഈ പ്രസ്തുത കെ.പി. പത്രോസ് വൈദ്യൻസ് കുടുംബത്തിൽ ആയുർവേദമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമുള്ള, അല്ലെങ്കിൽ ആയുർവേദം പഠിച്ചിറങ്ങിയോ അല്ലെങ്കിൽ ആയുർവേദമായിട്ട് യാതൊരുവിധ താല്പര്യമുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ കെ.പി. പത്രോസ് അദ്ദേഹം ഒരു ആയുർവേദ ബിസിനസ്, വൈദ്യ ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ, അതായത് ഈ വിൽസൺ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ആയുർവേദ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ആയുർവേദ ഡിഗ്രികളോ ഒന്നും ഇല്ലാത്തതിനാൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കാരണത്താൽ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ വിവാഹം കഴിച്ചുകൂടെ കൊണ്ടുവന്ന് ആ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വെച്ച് അവരവിടെ തുടങ്ങുകയാണ് ഉണ്ടായത്. നിർഭാഗ്യവശാൽ നമ്മളുടെ ഗ്രാൻഡ് ഫാദറൊക്കെ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നു ആ സമയത്ത്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആയുർവേദ കമ്പനി തുടങ്ങുന്നതിന് ഒരു ആയുർവേദ ഡോക്ടർ വേണമെന്നില്ല. ഒരു ആയുർവേദ ഡോക്ടർ ടെക്നിക്കൽ സ്റ്റാഫായിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് അവിടെ വിൽസൺ തുടങ്ങി റോസ്മേരിനെ അതിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫാക്കി വെച്ചില്ല? ഇത് റോസ്മേരിയുടെ പേരിൽ തന്നെ തുടങ്ങി എന്നുള്ളത് നമുക്കിപ്പോഴും നമുക്കറിയില്ല. എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. പക്ഷെ ഒന്ന് പറയാം, വിൽസനെയോ അല്ലെങ്കിൽ ആ കുടുംബത്തെയോ മൊത്തത്തിൽ മാറ്റി നിർത്തി റോസ്മേരിയുടെ സ്വന്തം പേരിൽ, സ്വന്തം രജിസ്ട്രേഷനിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് തന്നെ. ഈ സ്ഥാപനം മാർക്കറ്റിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഈ കമ്പനി സ്വന്തം പേരിലാകിയാൽ, ഇതിൻ്റെ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളും റോസ്മേരിയുടെ പേരിലാകിയാൽ ഇതിലെ പൂർണ്ണമായിട്ടുള്ള അവകാശം ആ സ്ത്രീയിലേക്ക് വന്ന് ചേരുകയാണുണ്ടായത്. അങ്ങനെയാണ് ഈ ഒരു സ്ഥാപനം അവരുടെ പേരിലേക്ക് വന്നു കയറിപ്പോയത്. ഈ കണ്ടംകുളത്തിയുടെ ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ സ്വന്തമാക്കാനായിട്ട് ഒരാൾക്ക് കഴിയുമോ? ഇങ്ങനെ നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു ഒരു കുടുംബത്തിലേക്ക് വന്ന ഒരാൾക്ക് അങ്ങനെ ട്രേഡ് മാർക്ക് മൊത്തത്തിൽ സ്വന്തമാക്കുന്ന തരത്തിൽ ആ ബന്ധുക്കളൊന്നും ഇതിനെ എതിർത്തില്ലേ? അവരാരും ഇത്തരം കാര്യങ്ങളിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്ര ദുർബലരാണോ? തീർച്ചയായും അത് ദുർബലരാണോ അല്ലെങ്കിൽ അവർ എതിർപ്പ് പ്രകടിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വ്യക്തമായൊരു ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കണ്ടംകുളത്തി എന്നുള്ളത് ഒരു കുടുംബ പേരാണ്. ഒരു കുടുംബ പേരെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ അല്ല, നൂറുകണക്കിന് കുടുംബങ്ങളുള്ളതാണ്. കാരണം കണ്ടംകുളത്തി നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ കുളൂർ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കൊരട്ടിയായിട്ട് ബന്ധപ്പെട്ടും, അതുപോലെ ഇരിങ്ങാലക്കുട ഏരിയയിലേക്കായിട്ട് ബന്ധപ്പെട്ട് പടർന്ന് പന്തലിച്ച് നടക്കുന്ന ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിൽ ഒത്തിരി പേരുള്ള ഒരു ഒരു കുടുംബമാണ് കണ്ടംകുളത്തി എന്നുള്ളത്. നിർഭാഗ്യവശാൽ ഈ റോസ്മേരി എന്നുള്ള ഡോക്ടർ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം അവർ സ്ഥാപിച്ച കെ.പി. പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി വൈദ്യശാല എന്നുള്ളൊരു സ്ഥാപനം അവരൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏകാംഗ വ്യാപാരം ബിസിനസ് ആയിട്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ കണ്ണംകുളത്തി എന്നുള്ള പേരിനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ട്രേഡ് മാർക്ക് എടുക്കുകയാണ് ചെയ്തത്. ഈ ട്രേഡ് മാർക്ക് എടുത്തത്, കാരണം ട്രേഡ് മാർക്ക് എടുക്കുന്നത് ഒരിക്കലും കേരളത്തിൽ നിന്നല്ല, ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത് ചെന്നൈയിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം അവിടെയുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ കണ്ണംകുളത്തി എന്താണെന്നുള്ളത്. അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിച്ച്, അത് അവരുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് അവർ എടുത്തിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ പൂർവാധികം ശക്തമായ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടംകുളത്തി കുടുംബത്തെയും അവർ വിവാഹം വഴി കയറി വന്ന ആ കുടുംബത്തെയും അതിലുള്ള അവരുടെ ഭർത്താവിൻ്റെ സഹോദരങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ എന്താ പറയുക, അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കണം ഈ പേര് ഒരു ലേഡി, അതായത് വിവാഹം വഴി കയറി വന്നൊരു ലേഡി കുടുംബത്തിൻ്റെ പേര് സ്വന്തമായി രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും ആണുങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾ അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ അതിനെതിരാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രേഖകളിലെല്ലാം ഉള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫാന്റസി പേരാണ് എന്ന് പറഞ്ഞ് ഈ ട്രേഡ് മാർക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നതാണോ ശരിക്കും? തീർച്ചയായും ഒരിക്കലും നമുക്ക് ഒരു കുടുംബ പേരിനെ ഈ പറഞ്ഞ രീതിയിൽ ഫാന്റസി അല്ലെങ്കിൽ ഫാൻസി പേരെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും എടുക്കാൻ പറ്റുന്നതല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ തരുന്നത് നമ്മൾ കേരളത്തിലല്ല. ഇത് ട്രേഡ് മാർക്ക് അതോറിറ്റി ഇരിക്കുന്ന സ്ഥലം, അവരുടെ ഹെഡ് ഓഫീസ് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ നമ്മളുടെ ഒരു ട്രേഡ് മാർക്ക്, ഏതെങ്കിലും പേരിൽ ഒരു ട്രേഡ് മാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പേരായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതെന്താണ് ആ പേര് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ട്രേഡ് മാർക്ക് അതോറിറ്റിയെ നമ്മൾ രേഖാമൂലം അറിയിക്കണം. ഈ സ്ഥാപനത്തിൻ്റെ, ഈ കെ.പി. പത്രോസ് വൈദ്യൻ കണ്ണംകുളത്തി വൈദ്യശാല എന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് റോസ്മേരി വിൽസൺ എന്ന് പറഞ്ഞത്. ഇവരെ ഇവിടെ വന്നതിന് ശേഷം ഈ പേരിൻ്റെ
പ്രാധാന്യം മനസ്സിലാക്കി. കാരണം ഇവർ കമ്പനി രജിസ്റ്റർ ചെയ്ത് കമ്പനി തുടങ്ങി. നാട്ടിൽ ഓൾറെഡി കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടംകുളത്തിയുടെ പേരിൽ വലിയ വൈദ്യൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ കെ.പി. ഫ്രാൻസിസ് വൈദ്യർ, അദ്ദേഹം ആയുർവേദം പഠിച്ച് പാരമ്പര്യമായും സംസ്കൃതത്തിൽ പാണ്ഡിത്യവും എടുത്ത് വളരെ നല്ല രീതിയിൽ വലിയ വൈദ്യൻ എന്ന പേരോടുകൂടി നാട്ടിൽ വളരെ പ്രസിദ്ധി ആർജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നാളെ ഇത് നമുക്കൊരു തടസ്സമാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇവർ ഈ കണ്ടംകുളത്തി എന്നുള്ള കുടുംബത്തിൻ്റെ പേരിനെ ഫാൻസി നെയിമായിട്ട്, കാരണം ഇവർ ട്രേഡ് മാർക്ക് അതോറിറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് കണ്ടംകുളത്തി എന്നുള്ളത് ഒരു ഫാൻസി വേർഡ്. കാരണം ഒരു കുടുംബ പേരിനെയാണ്, അത് നമ്മളൊക്കെ കുടുംബത്തിന് എന്ത് വിലയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെല്ലാവരും അഭിമാനത്തോടു കൂടി നമ്മൾ നാലാളുടെ മുന്നിൽ നമ്മുടെ മേൽവിലാസം പറയുന്നത് ഞാൻ കണ്ടംകുളത്തിയാണ്, ഞാൻ ഇന്നതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു പവർ, നമ്മളൊരു കുടുംബ മഹിമ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ബലമാണ് കാണിക്കുന്നത്. ആ ഒരു മഹിമ, കുടുംബ ബലം, കുടുംബ പാരത്തിനെയാണ് ജസ്റ്റ് വെറും ഒരു ഫാൻസി ആയിട്ട് മാറ്റിയിട്ട്, നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ഇടുന്ന ഫാൻസി ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഭംഗിയുള്ള പലത്, അതുപോലെ തന്നെ ഒരു ഭംഗിയുള്ളൊരു വാക്കാണ് ഈ കണ്ടംകുളത്തി എന്നുള്ളത്. അത് പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, എൻ്റെ വീടിൻ്റെ പേര്, വീട്ടുപേരല്ല, ആ ഡെഫിനിഷനിൽ ഞാൻ ഈ കാണിക്കുന്ന പേപ്പറിൽ ഈ രേഖ ഇതിൻ്റെ ഞാൻ അവിടെ നിന്ന് ട്രേഡ് മാർക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. റോസ്മേരി വിൽസൺ കൊടുത്തിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ, കണ്ടംകുളത്തി ഈസ് എ ഫാൻസി വേർഡ്. ഇത് അവരുടെ വീടിൻ്റെ ഹൗസ് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് എഴുതാണെന്നുണ്ടെങ്കിൽ കുടുംബ പേര്, വീട്ടുപേര്. ഇത് ഹൗസ് ഹൈഫൺ നെയിം എഴുതാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പേര്, അതായത് നമ്മൾ വീടിൻ്റെ പേരിടും, സ്വർഗം, കിളിക്കൂട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രുതി, അങ്ങനെയൊക്കെ നമ്മൾ വീടൊക്കെ പല പേരുകൾ ഇടാറുണ്ട്. നമ്മൾ വീടിന് നമ്മൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വീടിനിട്ട ഒരു പേരാണ് കണ്ടംകുളത്തി എന്നുള്ള രീതിയിൽ ട്രേഡ് മാർക്ക് അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചു. അതാണ് ഈ പേപ്പർ, ഈ ഡീറ്റെയിൽസ്. അങ്ങനെ ട്രേഡ് മാർക്ക് അതോറിറ്റി അവർക്ക് രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവർ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. അല്ലാതെ നേരായ വഴിക്ക് ഇതൊരു കുടുംബ പേരാണെന്നോ അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക ഒരു ഫാമിലി നെയിം ആണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ട്രേഡ് മാർക്ക് അതോറിറ്റി അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുകയില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെയുള്ള നിങ്ങളെല്ലാവരും അറിയാവുന്നതാണ് ആലുക്കാസ്, ആലപ്പാട്ട്, അങ്ങനെയുള്ള വലിയ ഇതൊക്കെ മുന്നേ പല കേസുകളുണ്ടായിട്ടും അവർ ആ പേര് വെച്ചിട്ടാണ് ഒരാൾക്കും ആ പേര് മാത്രമായിട്ട് എടുക്കാനായിട്ട് ട്രേഡ് മാർക്ക് അതോറിറ്റി അനുവദിക്കില്ല, സർക്കാർ അനുവദിക്കില്ല. അവിടെയാണ് ഈ ട്രേഡ് മാർക്ക് അതോറിറ്റിയെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഇതുപോലെ അവർ ഈ പേര് സ്വന്തമാക്കിയെടുത്തത്.